ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മോളെ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന ഒരു ദിവസമാണ് കേട്ടോ. പ്രത്യേകിച്ച് അസുഖമോ കാര്യങ്ങളൊന്നുമല്ല ഓൾക്ക്. അവളെ കാലിന് ചെറുതായിട്ടൊരു വളവുണ്ട്. അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിച്ചിട്ടൊന്ന് കൺസൾട്ട് ചെയ്യുക. ഇതിൻ്റെ മുന്നേ നമ്മൾ കാണിച്ചതായിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞ് 2 വയസ്സ് കഴിഞ്ഞിട്ട് വരാൻ. അപ്പോൾ ഇപ്പോൾ 2.5 വയസ്സൊക്കെ കഴിഞ്ഞിരിക്കണ്. അപ്പോൾ പിന്നെ ഏതായാലും പോയി കാണിക്കാമെന്ന് വിചാരിച്ച്. സംഭവം മോൾക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ കാലിൻ്റെ വളവാണ്. എനിക്കും സെയിം സാധനം ഉണ്ട്. അപ്പോൾ പിന്നെ പണ്ട് പിന്നെ അങ്ങനെ ഡോക്ടറെ കാണിക്കുക അങ്ങനെയൊന്നും വല്ലാണ്ട് ബോധേഡാവില്ലല്ലോ ഇതിനെ പറ്റിയിട്ടൊന്നും. പക്ഷേ ഓളെ വാപ്പ പറഞ്ഞ് എൻ്റെ പോലെ ആക്കണ്ട, എൻ്റെ കുട്ടീനെ എന്തായാലും കാണിക്കണം എന്നും. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ ആയിക്കോട്ടെ കാണിക്കാം. അങ്ങനെ കാണിക്കാൻ പോവാമെന്ന് നമ്മൾ വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. ഉമ്മൻ്റെ കൂടെയാണ് പോണത്. ഇക്ര ഹോസ്പിറ്റലിൽ കേട്ടോ. നമ്മൾ ആദ്യം അവിടെ തന്നെയാണ് കാണിച്ചത്. അപ്പോൾ അവിടെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതേ ഡോക്ടറെ തന്നെ കാണിച്ചാൽ നമുക്ക് പറയാമല്ലോ. പിന്നെ അന്നെടുത്ത എക്സ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെയ്തിരുന്നു കയ്യിൽ. അപ്പോൾ പിന്നെ അവിടെ തന്നെ കാണിക്കാൻ തന്നെ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ഉമ്മൻ്റെ കൂടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചധികം നമ്മളെ വീട്ടിൽ നിന്ന് പോകാനുണ്ട്. അപ്പോൾ തന്നെ അവളെ ശീലം മൊത്തത്തിൽ മാറിയിരിക്കണം. അവൾക്ക് അധികം നേരം വണ്ടിയിലിരിക്കാൻ പറ്റുമല്ലോ. അപ്പം ഇങ്ങനെ കരച്ചിൽ തുടങ്ങും ആൾ. പിന്നെ ഞാൻ 2 മുട്ടായൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തിട്ട് അവളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ വരെ എത്തിച്ച്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഉമ്മാക്ക് അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ കാണിച്ചോളാം, നിങ്ങൾ പോയിക്കോളിന്ന്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലെത്തി. ഞാനോടും കൂടി അവളെ നടത്തിപ്പിച്ച്. കാരണം ഇങ്ങനെ എടുത്തടക്കാനൊന്നും പറ്റില്ലല്ലോ, വലിയ കുട്ടിയായതല്ലേ. അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ട് ഷീറ്റൊക്കെ എടുത്ത്. സംഭവം ഡോക്ടറൊന്ന് ചെറുതായിട്ട് മാറിപ്പോയിരുന്നു ബുക്കിങ്ങിൽ. പക്ഷേ അവരത് ഞാൻ ആദ്യം കാണിച്ച ഡോക്ടറെ തന്നെ ആക്കി തന്ന്. അങ്ങനെ ഞാൻ ഓരെ കാണിച്ചപ്പോൾ ഡോക്ടറാണെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള മട്ടിലാണ്. ഞാനിങ്ങനെ ഷൂ ഇടാനൊക്കെ ചോദിച്ചപ്പോൾ ഓര് പറഞ്ഞ് അതൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഓൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് അതൊക്കെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഡോക്ടർ എന്ത് ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ നമുക്ക് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാനും എന്തൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ തന്ന്. അപ്പോൾ പിന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് വേണ്ട, അങ്ങനെ ചെയ്യേണ്ട, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ ഓളും കൂടി വെറുതെ കുട്ടീനെ നോവിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്ന്. സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് വിചാരിച്ചു. വേറൊരു ഡോക്ടറും കൂടി കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ തീരുമാനിക്കാമല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ ബസ്സിൽ തിരിച്ച് വന്നിട്ട് വീട്ടിലെത്തിയിട്ടുള്ള കലാപരിപാടിയാണ് കേട്ടോ കാണുന്നത്. എന്തിനാ കാര്യമെന്ന് ഓൾക്കും അറിയില്ല, എനിക്കും അറിയില്ല, പഠിച്ചോനിക്കും അറിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.